SFIയെ വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് AK ബാലന്റെ മറുപടി. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFIയും CPIഎമ്മും. മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും രക്തം കുടിക്കാൻ അനുവദിക്കില്ല. SFIയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ലെന്നും AK ബാലൻ പറഞ്ഞു. തിരുത്തേണ്ടത് തിരുത്താൻ SFIക്ക് കഴിയും. SFIയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ഇപ്പോൾ CPIഎമ്മും അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല, അത് ആദ്യം തന്നെ പറയാം. എന്നാൽ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വരുന്ന ഏത് പിശകും പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഇടപെടുന്നതിനും കെൽപ്പുള്ളൊരു സംഘടന എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനം തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. വിവരങ്ങളുമായി അൽ-അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് അൽ-അമീൻ. തിരുത്തേണ്ടത് തിരുത്തുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ AK ബാലന്റെ ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കുന്നു. പക്ഷേ SFIയെ തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന താക്കീത് അത് ആർക്കു നേരെയാണ്? ബിനോയ് വിശ്വത്തിന് നേരെ മാത്രമാണോ? പ്രതിപക്ഷ സംഘടനകൾ വലിയ രീതിയിൽ SFIയെ വിമർശിക്കുന്നുണ്ട്. SFIയിലൂടെ സർക്കാരിനെയും CPMനെയും വിമർശിക്കുന്നുണ്ട്. അത് ഒരു പതിവ് രീതിയാണ്, രാഷ്ട്രീയ നടപടിയുടെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് SFIയെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇന്നലെ മുന്നണിക്കകത്ത് നിന്നുകൊണ്ടുള്ള CPIയുടെ നേതാവ് ബിനോയ് വിശ്വം കൂടി രംഗത്ത് വന്നിരുന്നു. SFIക്ക് ഇപ്പോഴത്തെ ഇടതുപക്ഷ ആദർശാശയങ്ങൾ ആഴത്തിൽ അറിയില്ല, SFI തിരുത്തണം, അല്ലാത്ത പക്ഷം SFI ബാധ്യതയാകുമെന്നതടക്കമുള്ള രൂക്ഷ വിമർശനം ഇന്നലെ ബിനോയ് വിശ്വം നടത്തിയിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഇപ്പോഴത്തെ AK ബാലൻ്റെ ഈ മറുപടിയെ നോക്കിക്കാണാൻ. അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, SFI ആർക്കും കയറി കെട്ടാവുന്ന വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം നടത്തുന്നുണ്ട്. മുന്നണിക്കകത്തുള്ളവരായാലും മുന്നണിക്ക് പുറത്തുള്ളവരായാലും എന്ന് AK ബാലൻ പറയുന്നതിലൂടെ അത് ബിനോയ് വിശ്വത്തെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഒപ്പം AISF ഉൾപ്പെടെ CPIയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പലപ്പോഴും SFIയുടെ നടപടിക്കെതിരെ വിമർശനവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ SFIക്കെതിരെ നീങ്ങുന്ന CPIയുടെയും CPIയുടെ പോഷക സംഘടനകളുടെയും നിലപാടിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം AK ബാലൻ ഇത്തരം ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. ആരെയും SFIയുടെ ചോര കുടിക്കാൻ അനുവദിക്കില്ല. അത് മുന്നണിക്കകത്തുള്ളവരാണെങ്കിലും ശരി പുറത്തുള്ളവരാണെങ്കിലും ശരി SFIയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് നീക്കമെങ്കിൽ അത് അനുവദിക്കില്ല എന്നുകൂടി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെയാണ് SFIയെ വളർത്തിയതെന്ന് കൂടി പറയുന്നുണ്ട് AK ബാലൻ. അതുകൊണ്ട് SFIക്ക് എവിടെയെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ആ സംഘടനയ്ക്കറിയാം. പരിശോധിക്കേണ്ട ഘടകങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതിനപ്പുറത്തേക്ക് കയറി ചെണ്ട കൊട്ടും പോലെ കൊട്ടിയിട്ട് പോകാനും വലിച്ചു കീറാനും SFI അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശവും മുന്നറിയിപ്പും കൂടിയാണ് AK ബാലൻ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPIയുടെ നേതാക്കൾക്ക്, അതോടൊപ്പം CPMനെയും CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIയുടെയൊക്കെ തന്നെ നേതൃയോഗങ്ങളിൽ, ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനം അത് മുഖ്യമന്ത്രിക്കെതിരെ CPMൻ്റെ ശൈലിക്കെതിരെയൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം ലക്ഷ്യം വെച്ചുള്ളൊരു പ്രതികരണവും മറുപടിയും കൂടിയാണ് AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഇനി CPI നേതാക്കളുടെ, പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം ഏറെ പ്രധാനമാണ്. ഇന്നലെ നിയമസഭയ്ക്കകത്ത് SFIക്കെതിരെ വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. അതിനും വലിയ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. അങ്ങനെ SFIയെ കൊത്തിക്കീറാൻ ഇട്ടുകൊടുക്കില്ല, അത് പ്രതിപക്ഷത്തിനാണെങ്കിലും ശരി ഭരണപക്ഷ മുന്നണിയിൽപ്പെട്ട കക്ഷികൾക്കായാലും ശരി എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇന്നലെ പ്രതിപക്ഷത്തിലൂടെ മുഖ്യമന്ത്രി നൽകി. ഇന്നിപ്പോൾ AK ബാലൻ അത് ബിനോയ് വിശ്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുന്നു. സുജയ. ഓക്കെ, അൽ-അമീനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അൽ-അമീൻ തുടരുക.